പ്രിയപ്പെട്ടവരെ, 2024 കലണ്ടർ ചുമരിന്റെ മേലെ നിന്ന് പറിച്ചിട്ട് അതിതാ വേസ്റ്റ് കൊട്ടയിലേക്ക് എറിയാൻ 4 ദിവസമേ ബാക്കിയുള്ളൂ. ഒരു വർഷങ്ങൾക്ക് മുമ്പ് 2024 കലണ്ടർ അത് ചുമരിന്റെ മേലെ തൂക്കിയ പലരും ഇന്നില്ല, അത് എടുക്കാൻ പലരും ഇന്നില്ല. ആ തൂക്കിയ പലരും 6 അടി മണ്ണിലാണ്. പ്രിയപ്പെട്ടവരെ, 4 ദിവസം കഴിയുമ്പോ 24 കലണ്ടർ വലിച്ചെറിയുമ്പോ ആ കലണ്ടർ ഒരു കാര്യം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്: മനുഷ്യ, ഇത് നിന്റെ അതാ 1 കൊല്ലത്തെ ആയുസ്സാണ് കേട്ടോ. നീ ഇത് ഈ ചുമരിന്റെ മേലെ തൂക്കുമ്പോ ഇത് നീ സൂക്ഷ്മതയോടെ കീറിപ്പോകരുത്, വീണു പോകരുതെന്ന് മനസ്സിലാക്കി ഭദ്രമായി സൂക്ഷിച്ചത് തൂക്കുമ്പോ നീയും ഖബറുമായിട്ട് 1 കൊല്ലത്തെ ദൂരമുണ്ടായിരുന്നു. നീയും അസ്റായിലുമായി 1 കൊല്ലത്തെ ദൂരമുണ്ടായിരുന്നു. ആ കലണ്ടർ നീ തിരിച്ചെടുക്കുമ്പോ നീ ഖബറിനോട് അടുത്തുപോയി, നീ അസ്റായിലിനോട് അടുത്തുപോയി. അതുകൊണ്ട് ഉമ്മമാരെ, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ഏത് സമയത്താണ് മരിക്കുകയെന്നറിയില്ല. ജീവിക്കുന്ന കാലത്ത് റബ്ബിനെ പേടിച്ചു ജീവിക്കണം, റബ്ബിനെ ഓർത്ത് ജീവിക്കണം. എവിടെയാണ് മരണമെന്നറിയില്ല. കേരളത്തിൽ ഈ അടുത്ത് ആക്സിഡന്റുകൾ അധികരിക്കുകയാണ്. ഈ അടുത്തതാ 4 പൊന്നുമക്കള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്. ആ 4 മക്കളും ക്രിസ്മസ് പരീക്ഷ എഴുതിയിട്ട് ആ പരീക്ഷയെ കുറിച്ച് സന്തോഷങ്ങൾ പങ്കിട്ടിട്ട് ആ സന്തോഷം പറഞ്ഞിട്ടവർ റോട്ടിലൂടെ സന്തോഷത്തോടെ 12 വയസ്സുള്ള 4 പൊന്നുമക്കള് നടന്നു നീങ്ങുമ്പോ ഒരു ലോറിയുടെ കോലത്തിൽ അസ്റായിൽ വരുന്നു. അതാ ഒരു കുട്ടിയുടെ ഉമ്മ മുമ്പിലുണ്ട്. ഉമ്മ എന്നൊരു വിളിയേ കേട്ടിട്ടുള്ളൂ. പിന്നെ കാണുന്നത് മോളുടെ മയ്യിത്താണ്. 4 മക്കളും ഒരു സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഓതി പഠിച്ച മക്കള്, ഒരുമിച്ച് പരീക്ഷ എഴുതിയ മക്കള്. ആ 4 മക്കളെയും അവിടുത്തെ പള്ളിക്കാട്ടിൽ ഒരേ ഖബർ ഒരുങ്ങുന്നു. ഒരു ബെഞ്ചിലിരുന്നത് പോലെ ഒരേ ഖബർ വിശാലമായി കുഴിക്കുന്നു. മീത ഒറ്റ ഖബറാണ്, താഴെയതാ അവിടതാ അടിക്കബർ 4ആയി തിരിക്കുന്നു. 4 പേരെയും ഒരുമിച്ച് മറവ് ചെയ്യുന്നു. ഉമ്മമാരെ, മരണത്തിന് പ്രായമില്ല. അതുകൊണ്ട് മരിക്കുമെന്ന ബോധത്തോടെ ജീവിക്കണം. അടുത്ത മാസം വരുന്നത് റജബാണ്, വലിയ ബറക്കത്തുള്ള മാസമാണ്, നമ്മുടെ മനസ്സ് നന്നാക്കേണ്ട മാസമാണ്. റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രീ വറമളാനു ശഹ്റു ഉമ്മത്തി. അല്ലാഹുവിന്റെ മുത്തുബി നബി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അവിടുത്തെ ഉമ്മത്തിനോട് പറഞ്ഞു, റജബുൻ ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹുവിന്റെ തിരുദർബാറിലേക്ക് വിളിച്ച ഇസ്റാ മിഅ്റാജ് നടന്നത് അതേ റജബിലാണ്. ഉമ്മമാരെ, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോ ഓരോ പള്ളി മെഹ്റാബുകളിൽ നിന്ന് ദുആ ഉയരുന്നു. ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. റമളാനിനെ സ്വാഗതം ചെയ്യാനുള്ള മാസം അടുത്തുപോയി. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, ആ ഒരു ബോധത്തോടെ നമ്മൾ റജബ് അടുക്കുമ്പോ, അല്ലാഹുവിന്റെ മാസം അടുക്കുമ്പോ, അതും വലിയ ബറക്കത്തുള്ള മാസമാണ്. റജബ് എന്ന് പറയുമ്പോ 3 അക്ഷരങ്ങളുള്ളത്. മഹാനായ ഗൗസുൽ അഅ്ലം അത് വിശദീകരിച്ചത്, പണ്ഡിതന്മാര് വിശദീകരിച്ചത്, റജബ് എന്ന് പറയുമ്പോ ആദ്യത്തെ റാ എന്ന് പറയുന്ന അക്ഷരം അത് റഹ്മത്തുല്ലാഹ്,
അല്ലാഹുവിന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ ജീമ്, റജബിലെ രണ്ടാമത്തെ ജീം എന്ന് പറയുന്ന അക്ഷരം അല്ലാഹുവിന്റെ ധർമ്മം, അല്ലാഹുവിന്റെ കൊടുതി. അപ്പൊ അല്ലാഹു വല്ലാതെ റഹ്മത്ത് ചെയ്യുന്ന മാസമാണ് വരാനിരിക്കുന്നത്. അല്ലാഹു വല്ലാതെ കൊടുക്കുന്ന മാസമാണ് വരാനിരിക്കുന്നത്. മൂന്നാമത്തെ റജബ് എന്ന് പറയുമ്പോ മൂന്നാമത്തെ അക്ഷരം ബാ ആണ്. അത് സൂചിപ്പിക്കുന്നത് അല്ലാഹ് വല്ലാതെ ഗുണം ചെയ്യുന്ന മാസമാണ് റജബ്. ആ റജബ് നമ്മിലേക്ക് വരാനിരിക്കുന്നു. ആ റജബിലാണ് നമ്മുടെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ